മക്ക കാണാം, മദീന കാണാം, സാഹിബിനെയും മദാമയും കാണാം, ആർക്കും കാണാം, കണ്ടൊരു വലിയവർക്കും കാണാം, ചെറിയവർക്കും കാണാം, വലിയവർക്കും കാണാം. മതി മതി, ഇനി നാളെ വരാം. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ഞാനില്ല, വെക്കോ. ഇതൊന്നും പോയിക്കോളി. നിന്നെ കൊല്ലുന്നു, അടുത്തുകൊള്ളും, കൊല്ലുന്നത് കൊല്ലും, കൊല്ലുവാൻ കൊല്ലുവാൻ തന്നെ വല്ലാത്ത കിടക്കണം. ഇന്ന് നല്ലോണം കേട്ടിട്ടുണ്ട്. ലേശം കുടിച്ചാ മതി, അപ്പൊ പിരിയുള്ളൂ. മൂപ്പര് നിർത്തിയതല്ലോ. ആരോ ചതിച്ചതാണ്. ഉടനെ ഡോക്ടർക്ക് എത്തിക്കണം. കുറച്ച് വെള്ളം തലയിൽ കൂടെ പറഞ്ഞു. കുറച്ച് മോര് കൊടുത്താലും പോരെ. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യുന്നു. ആരാണ് പിടിച്ചത്? ആ ഓനാണ് ആൺകുട്ടി. ബാക്കിയുള്ളവര് നോക്കി നിന്നല്ലേ ഉള്ളൂ. ആണായ കുറച്ച് ഉശരും ചായ കടുപ്പൊക്കെ വേണം. എന്റെ ആമിനെ, ആ ബയസ്കോപ്പ് അബു പിടിച്ച പിടുത്തുണ്ടല്ല, ഓൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ ആ റോഡ് മുഴുവൻ മയ്യത്തിന്റെ കുന്നയാന്. ഓ അരങ്ങൊന്ന് കാണുന്നതായിരുന്നു എന്റെ അല്ല. കണ്ടോന്ന് ചോദിച്ചാ ഞമ്മള് കണ്ടില്ല. ആ കേട്ടാ പോരെ. ആ ചിരിക്കണ സൈത്താണ് ബാപ്പാനെ കളിയാക്കുന്നത്. നീ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വാ. ചള്ളി ചക്കരാകുമ്പോ ഓന് ഞമ്മക്കറിഞ്ഞൂടെ? കൈകാട്ടാ നടക്കാതെ നയിച്ചു കഴിയണോനാ. അപ്പൊ ആ ഉസറ് കാട്ടും. പാവൻ ചന്തു മുതലാളി എന്ത് നല്ല കച്ചവടക്കാരനാ. പിരിയളയ എല്ലാവരുടെയും ഹാൽ ഇത് തന്നെയാ. നമുക്ക് എത്ര കടം തരുന്ന ആളാ. എന്താ ഇത്ര ബേജാറ്? ആരെങ്കിലും കണ്ടാല്? ഓ കണ്ടാല് കണ്ടാലെന്താ? ആകാശം ഇടിഞ്ഞ് വീഴൂ. അതല്ല ബൂക്ക. പിന്നെ വലിയ കുട്ടിയായി ഇനി ഇങ്ങനെ ബൈസ്കോപ്പ് കാണാൻ ഓടരുതെന്ന് ഉമ്മ കൂടെ കൂടെ പറയണം. ഉമ്മമാരത് പറയും പേടിച്ചിട്ടാ. നിന്റെ അബൂക്കാനെ നിനക്ക് പേടിയുണ്ട്? ഇല്ല. ഐശ്വര്യന്റെ അടുത്ത് വന്നാലും വന്നില്ലെങ്കിൽ ശരി, ഞാൻ എന്നും ഈ വഴി വരും. എനിക്കെന്നും നിന്നെ കണ്ടോണ്ടിരിക്കണം. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞാലോ? പിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കല്ലേ. വല്ലാത്ത ആള് തന്നെ. പുതിയാപ്പിളെ പറ്റിയില്ലെന്നുണ്ടോ? പറ്റി. എന്നാലും ഇടയ്ക്കുള്ള നുള്ളല് സഹിക്കാനാവില്ല. അപ്പൊ വേറെ ആളെ അന്വേഷിക്കണം. അബൂക്ക, ഞാൻ തമാശ പറഞ്ഞല്ലേ. നാളെ ഈ കൈകളിൽ കിടന്ന് എനിക്ക് കണ്ണടയ്ക്കണം.
ഐശി. തന്നെ ഒന്ന് കാണണമെങ്കിൽ കരച്ചു കൊടുക്കേണ്ട ഗതികേടാണല്ലോ. ഞാനിന്ന് വരുന്നുണ്ടല്ലോ. ആ വരുന്നുണ്ട്. പക്ഷേ ഇപ്പൊ പോക്കും വരവും വേറെ വഴിക്കാ. എന്തിനാ മോനെ ഒടിയന്റെ മുമ്പിൽ മായം അറിയുന്നേ? ആ തമാശ വിട്. ഞാൻ കുറച്ച് കാര്യം പറയാം. നേർച്ചയായിട്ട് ഞാൻ കുറെ പുതിയ ഫിലിമുകൾ സമ്പാദിച്ചിട്ടുണ്ട്. ഫോറിൻ. തന്റെ ഹാലെന്താ? ആ ഞാനും സ്പെഷ്യൽ മിഠായികൾ ഇറക്കുന്നുണ്ട്. എഞ്ചിൻ വെച്ച മിഠായി. എന്ത് മിഠായ? എഞ്ചിൻ വെച്ച മിഠായി. എഞ്ചിൻ വെച്ച മിഠായിയോ? 5 നാഴികയോളം ഇഞ്ചിൻ പണി ചെയ്തൊരു മിഠായി, പഞ്ചാരപ്പാലു മിഠായി. ഇത് ഡിങ്കിരി മിഠായി, പഞ്ചാരപ്പാലു മിഠായി. ഇത് ഡിങ്കിരി മിഠായി, ഇത് ഡുങ്കിരി മിഠായി. பார்க்கலாம் கண்ணிறையே பார்க்கலாம். 10 பைசா தன்னால் ஆர்க்கும் பாரும் விண்ணும் பார்க்கலாம். பார்க்கலாம் கண்ணிறையே பார்க்கலாம். 10 பைசா தன்னால் ஆர்க்கும் பாரும் விண்ணும் பார்க்கலாம். துர்க்கி கப்பல் பார்க்கலாம் நோக்குமோனே. மக்கி கப்பல் பார்க்கலாம் நோக்குமோனே. துர்க்கி கப்பல் பார்க்கலாம், மக்கி கப்பல் பார்க்கலாம். ரொக்கம் 10 பைசா வெக்கம் நோக்கலாம் மோனே. பார்க்கலாம் கண்ணிறையே பார்க்கலாம். 10 பைசா தன்னால் ஆர்க்கும் பாரும் விண்ணும் பார்க்கலாம். ആടി ഓടി പോണ കപ്പൽ എന്തെല്ലാം ഉണ്ട് നോക്കടാ മോനെ. നോക്ക് മോൻ കാശ് തന്നാണ്. എന്നാ നോക്കിക്കോ. ആട്, കോഴി, ആള്, കുതിര, ആനമയിലൊട്ടകം. ആനമയിലൊട്ടകം பார்க்கலாம் கண்ணிறையே பார்க்கலாம். 10 பைசா தன்னால் ஆர்க்கும் பாரும் விண்ணும் பார்க்கலாம். അമേരിക്ക നാട്ടിലുള്ള ആലുവ പുഴ പാർக்கலாம். അമേരിക്ക നാട്ടിലുള്ള ആലുവ പുഴ പാർக்கலாம். അതിലിറങ്ങി നീരാടും ആളുകളെ പാർக்கலாம். അതിലിറങ്ങി നീരാടും ആളുകളെ പാർக்கலாம். ആടയെല്ലാം അഴിച്ചു വെച്ച സായിപ്പിനെ പാർக்கலாம். സായിപ്പിനെ കണ്ടോ? നോക്കിക്കേ, ഒന്ന് നോക്കിയ മോനെ. ആടയെല്ലാം അഴിച്ചു വെച്ച സായിപ്പിനെ പാർக்கலாம். ആടിപ്പാടി നീന്തി വരും മദാമ്മയെ പാർக்கலாம். ആടിപ്പാടി നീന്തി വരും മദാമ്മയെ പാർக்கலாம். കൺകുളിരെ പാർக்கலாம். കണ്ണിറയെ പാർக்கலாம். 10 പൈസ തന്നാൽ ആർക്കും പാരും വിണ്ണും പാർக்கலாம். லண்டன் பட்டணம் பார்க்கலாம். கண்டோ லண்டன் பட்டணம். வண்டன் பட்டணம் பார்க்கலாம். கண்டோ வண்டன் பட்டணம். லண்டன் பட்டணம் பார்க்கலாம். வண்டன் பட்டணம் பார்க்கலாம். மண்டி போகும் மோட்டார் வண்டி. மண்டி போகும் மோட்டார் வண்டி ஏரோப்ளேன். மண்டி போகும் மோட்டார் வண்டி ஏரோப்ளேன் பார்க்கலாம் கண்ணிறையே பார்க்கலாம். 10 பைசா தன்னால் ஆர்க்கும் பாரும் விண்ணும் பார்க்கலாம். எஸ் நோ என்னுரச்சு. எஸ் நோ என்னுரச்சு கிஸ்ஸ பலதும் சொல்லி எஸ் நோ என்னுரச்சு கிஸ்ஸ பலதும் சொல்லி கிஸ்ஸடிச்சு രസിക്കുന്ന ജോഡികളെ പാർக்கலாம். എസ് നോ എന്നുരച്ച് കിസ്സ പലതും ചൊല്ലി കിസ്സടിച്ച് രസിക്കുന്ന ജോഡികളെ പാർக்கலாம். பார்க்கலாம் കണ്ണിറയെ പാർக்கலாம். 10 പൈസ തന്നാൽ ആർക്കും പാരും വിണ്ണും പാർக்கலாம். 10 പൈസ തന്നാൽ ആർക്കും പാരും വിണ്ണും പാർக்கலாம். പാരും വിണ്ണും പാർக்கலாம். അല്ല, പള്ളിയിലെ നേർച്ച കാണാനൊന്നും പോയില്ലേ?
എന്നെ വീട്ടിലിരിക്കാനാണ് നേർച്ചയാക്കിയിരിക്കുന്നത്. അപ്പൊ പറയണ ആളോ? ഞാനും നേർച്ച കൊടുക്കാനാ വന്നത്. കൊടുത്തോ? ഇല്ല, കൊടുക്കണം. മറന്നുപോയത്. പിന്നെ എങ്ങനെ ഓർമ്മയായി? രാവിലെ തന്നെ ഒരു നേർച്ചപ്പക്ഷി ചുമലി വന്നിരുന്നു. അപ്പോഴാണ് നേർച്ചക്കാരി ഓർമ്മ വന്നത്. എന്നിട്ട് എവിടെ? ദാ എന്റെ കയ്യിലുണ്ട്. കാണട്ടെ. ഇങ്ങനെ കാണാൻ പറ്റില്ല, ആദ്യം കണ്ണട. ഉം. ഈ സുറുമ കണ്ടിലിട്ടാൽ എന്റെ ഐസേ ഉസൂൽ ജമാലിനേക്കാ മുഞ്ചത്തിയായി. ഈ സുറുമ കണ്ണിലിട്ട എന്റെ ഐസേ ഉസൂൽ ജമാലിനേക്കാ മുഞ്ചത്തിയായി. ഇവളൊരു പേടിത്തൂറിയ. ഇവിടെ എപ്പോഴും കുരിക്കുണ്ട്. ഓ ഓൻ വന്നാ മതിവഹേറെ കൂരിക്ക വാരിയത്. തിരയിലേക്ക് അധികം പോണ്ട. ചെറുവാലിക്കാരത്തിലെ കട തിരക്ക് പിരാന്ത് പിടിച്ചു പോലെ ഇളക്ക. ഏയ് അടിമാറി നിക്ക്, ഞാൻ വരുന്ന.
നടക്കില്ലേ? നടക്കി. എല്ലാവരും വരെ. ആര് വരണുണ്ടല്ലോ? അറബി കല്യാണം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാരും അമ്മതാ. ആ, ഇപ്പൊ അറബി തുടങ്ങിയ സമയമാ. അല്ലല്ലല്ല, ആരൊക്കെയാത്? മൂസക്കാക്കന്റെ മൂപ്പത്തി മോളും ഒക്കെ ഉണ്ടല്ലോ. നേരം പാതിരിയായി, ഇനിയും കൂടടങ്ങാറായില്ല അല്ലേ? നടക്കും കുട്ടിയോളെ. പാപ്പാ, പാപ്പാ, പാപ്പാ. ഓ, വരാനായ ബീവിക്ക്. എന്തേ ഇത്ര നേരത്തെ പോന്നത്? ഒരു കമ്പി അടിച്ചിട്ട് നീ ചോറും കൂട്ടാനും ഒക്കെ കൂടി കടപ്പുറത്തേക്ക് പാർസലായിട്ട് കൊടുത്തയച്ചാനെ. വാ. പാതര നേരത്തെ കടപ്പുറത്ത് കിടന്ന് ചിരിയും കളി നടത്തിയാലേ കളി കാര്യമാവും. അറബികൾ ഇറങ്ങിയിരിക്കുന്ന കാലമാണ്. അല്ല അല്ല, എന്താ പറഞ്ഞേ? അറബികൾ ഇറങ്ങിയ കാലാന്നോ? ഓലിറങ്ങിയ നാട്ടില് റഹ്മത്തായി. ഓല് നല്ല അസലുള്ളവരാ, നല്ല കൂട്ടറാണ്. ഓല് നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാലാക്ക് കൈ നിറയെ പൈസയായി, കച്ചവടത്തിന് കച്ചവടമായി. എത്ര പെൺകുട്ടികളെ എടുക്കപ്പാടാ ഓല് കെട്ടുമ്പോ തീരണത്. പടച്ചോൻ പൊറുക്കാത്ത വാക്ക് പറയരുത്. ഉമ്മ കഞ്ഞി കുടിച്ചില്ലേ? നീ ഉറങ്ങിക്കോളി. ആ ആ, ഞാൻ ഉറങ്ങന്നെ. അല്ല اخوان برامج كلهم موجود هنا. السلام عليكم. وعليكم السلام. تفضل تفضل. صباح يلا يلا كيف عندكم اخوان؟ كل زين؟ الحمد لله وعد زين. جماعة كل زين؟ كله زين. زين بريكم مالكم وصلنا وصل عندكم؟ ايه من زمان وصل. من زمان وصل ها؟ زين يلا صباح خلاص. شلونك؟ الحمد لله. الحمد لله وعد زين. كيف عندكم سنة حارة؟ ايه جهنم. زين اوردر مالكم كله موجود، كله تيار. هذه شربت مال اراسكو من زمان تيار لك. في المشهور في الكويت. نعم والله، نعم من زمان. هذا محمل بشميس كويت. نعم. شغل خلاص كله خلاص. الحين بعد يومين نزلون. اي رفيع 27 فوت. هذه تشوكاني حتى بنديك خلاص. طول كم؟ طول 60 فوت. رفيع 27. نعم. نعم بعد في شوف. الحين بيز جنجلي حطب. في سوي نص الخلاص. نعم. اي تقريبا بعد يومين نزلون. سوق رسول الله محمد فيه موجود الحين.
زين خلاص يا شباب فوق بيس كلها خلاص خلاص كيف محمد مع العام؟ الحمد لله أصل قبول قبول قبول. ها صندوق القديم عندك موجود؟ نعم موجود الحين. شوف شوف ايه صندوق جاي من الكويت هذا. ايه حملوه الى الكويت. شوف داخل شغل نظيف حتى بسيسم مفتوح مفتوح واحد واحد شوف شوف. نعم زين نعم نعم كله مفتوح. زين عندك زين الغايمة عندي شوف فاتورة. في امان الله مع السلامة. في أمان الله. മോളെ ആയിഷേ നീ കടന്നാ? ഇല്ലുമ്മ. എന്നാ വിളക്കിന് തിരിയും കൂടെ താത്തിക്കളി. ഉമ്മ കിടന്നോളിൻ, വിളക്കിന്റെ തിരി ഞാൻ താഴ്ത്താം. ഉമ്മക്ക് വല്ലാത്ത ക്ഷീണം. എനിക്കും വല്ലാത്ത ക്ഷീണം. തടകിമണത്തെ സമയത്തെ ഉടനവനെത്തി മനസ്സുള്ളിൽ സരസിജമുറ്റേ മധുരത്തെ ഹുസനുൽ ജമാല അവളുടെ അവളുടെ തരമതൊക്കെ മറന്നിടും എന്നതുടെ ഹാലാൽ. മോളെ പടച്ചോനെ മോളെ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ല. ഉമ്മ പൈസ എന്തിന്? ബൈസ്കോപ്പ്. നീന് ബൈസ്കോപ്പ് ഒന്നും കാണണ്ട. മാറുമോനെ കാട്ടിത്തരാം ഞാൻ കണ്ട എങ്ങനെയുണ്ട്? ഇത് കണ്ട ഇത് കണ്ട എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ടേ. വേദനിച്ചോ? ഇല്ല, പിന്നെ വേദനിപ്പിച്ചിട്ട് ചോദിക്കുക വേദനിച്ചോന്നു. ഞാൻ മിണ്ടൂല്ല. എന്താ ഇത്ര സന്തോഷം? ബൈസ്കോപ്പിന്റെ ഒച്ച എങ്ങനെ കേൾക്കുന്നുണ്ടോ? ചിപ്പൊടി പിന്നെ തമാശ. അല്ലോ എന്ത് പിച്ചാ പിച്ചണത്? ആ ബൈസ്കോപ്പാരൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. നിന്റെ ആളില്ലേ, ഓനോട് ഞാനും പറയും.
ഇനി കുറച്ചു ദിവസമല്ലേ ഉള്ളൂ ഓൻ വരാൻ. പെണ്ണിന്റെ ചിരി കണ്ടോ? ഹലീമന്റെ കല്യാണത്തിന് പെണ്ണുങ്ങള് കൂടി അരിക്കൊത്തും തരിവള പിരിവള കിന്നാരം പാടി. ഈ പാട്ട് ബൈസ്കോപ്പാരൻ പഠിപ്പിച്ചെന്നതാ? സോപ്പ് ഇല്ലല്ലോ മോളെ, സോപ്പ് എത്തിയിട്ടില്ല. മുസക്കാക്ക ഒരു കടി ചുരുട്ട്. ഇല്ലല്ലോ മോമതേ. അല്ലാന്ന് അപ്പൊ ഈച്ചേനെ ആട്ടാൻ വേണ്ടിട്ടാ നിങ്ങൾ ഈ പീടിയും തുറന്നിച്ച് കുത്തിരിക്കുന്നത്? നമുക്ക് അറിയാണ്ട് ചോദിക്ക. എന്ത് ചെയ്യാനാണ് മൊമ്മതേ? നാട്ടുകാരും വീട്ടുകാരും സ്നേഹിച്ചാണ് നമ്മൾ ഇങ്ങനെ ശോഷിച്ചത്. ഇത് നന്നാക്കാൻ ഒരു ബൈ കാണണ്ടേ? കാണും. നിങ്ങൾ ആകാശം നോക്കി നടന്നാലേ ബൈ കുത്തൻ അവിടുന്ന് ഇറങ്ങി വരും. കാത്തു കുത്തിരുന്നോളി. മനുഷ്യന്മാരായാലേ കുറച്ച് ഹക്കല് വേണം. എന്ത് ബുദ്ധി അതില്ലാഞ്ഞാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ മിനിറ്റ് കൊണ്ടാ ഓരോരുത്തർ കത്തിക്കയറുന്നത്. നിങ്ങള് ലാമിന്റെ അകത്ത് അസനാരിക്കാൻ നോക്കി ഉണങ്ങി നടന്ന മനുഷ്യനായിരുന്നു. ഇപ്പൊ കാണണം തടിച്ച് വെളുത്ത് ബാല്യക്കാരനായിക്കണ്. ഓന്റെ മോളല്ലേ അറബി കെട്ടിയത്? ആന്ന്. നിങ്ങൾ തോക്കിന്റെ ഉള്ളിലേക്കാ വെടിവെക്കുന്നത്. മമ്മതേ, ഈ പറഞ്ഞോണ്ട് പറഞ്ഞത് ഒലക്ക. നിങ്ങളെ തലയിൽ ഒന്നും കേറൂലെന്ന്. ചളിയാണ് ചളി. മമ്മതേ, നിനക്ക് ചൂടാവല്ലേ? അല്ല പിന്നെ ചൂടാവാത്തോ നിങ്ങൾ ചൂടാക്കൂ. ഞമ്മക്ക് ഇവിടെ നിന്ന് നേരം പോക്കിയാ പറ്റൂല. അറബികളുടെ ഒന്ന് രണ്ട് ബഹല വരുന്ന ദിവസാന്ന്. മുസക്കാക്ക ആ പറഞ്ഞ അവധി എന്നാണ്. പണമാക്കി 200 രൂപ വേഗം എടുത്തോളി. ഒരു ദിവസത്തെ ഇടയും കൂടി തരണം. നമ്മൾ എന്തിനാണ് ഇങ്ങനെ വിലക്കണത്? ഇതാ മുസക്കാക്ക 200. അയാളെ പൈസ കൊടുക്കി. മമ്മതേ, ഇത് ഓലക്ക പിണ്ണാക്ക്. തിരിഞ്ഞു കളിക്കാതെ പൈസ കൊടുക്കുന്നു. എനിക്ക് ബീവി കുത്തിയാലും വെള്ളാട്ടി കുത്തിയാലും അരി വെളുത്താ മതി. എന്നാ ഞാൻ പോട്ടെ. മമ്മതേ, ഈ ചെയ്ത ഉപകാരം ഞമ്മ ഒരിക്കലും മറക്കൂല. മാന്യന്മാരാവണമെങ്കിൽ കയ്യിൽ പൈസ വേണം. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? പറഞ്ഞു തരാനേ നമ്മളെ കൊണ്ട് കഴിയൂ. നിങ്ങളെ കരകയറ്റാൻ നമ്മളൊരു വഴി കാണുന്നുണ്ട്. എന്താണ് വഴി? പറയ്. എന്നാല് നമ്മളൊരു കാര്യം പറയാം. അത് നടക്കുമെന്നൊന്നും ഞമ്മക്ക് ഉറപ്പില്ല. എന്നാലും നമ്മൾ ശ്രമിച്ചു നോക്കാം. ഇപ്പോ ബഹലയില് വന്ന ഒരു അസീസ് അറബിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ? കൂട്ടി കുത്തിയ പൈസക്കാരൻ. അയാൾക്ക് ഒരു കന്യാവ് കുട്ടിയെ കെട്ടണം. ഇത് കേട്ട് ഓരോരുത്തർ മത്സരിച്ചല്ലേ വരുന്നത്. എന്നാലും ഞാൻ പറയുന്നതേ അയാൾ കേൾക്കുള്ളൂ. നിങ്ങൾക്ക് കെട്ടിക്കാനായ ഒരു മോളുള്ള സ്ഥിതിക്ക് അത് വേറൊരാക്കാവുന്നത് എനിക്ക് വലിയ വേദനയുള്ള കാര്യമാണ്. അത് വേണ്ട മുഹമ്മദേ. അറബിയും വെള്ളക്കാരനൊന്നും ഞമ്മടെ മൂക്ക് വേണ്ട. എന്തെങ്കിലും പണിയുള്ള നാട്ടുകാരൻ പയ്യൻ മതി. ഇത് ഞമ്മക്ക് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. ചൊല്ലിക്കൊടു നുള്ളിക്കൊടു തല്ലിക്കൊടു തള്ളിക്കള എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്നത്. ഞമ്മ തിരക്കിട്ട് ഇപ്പൊ ഒന്നും പറയണില്ല. നീ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇറങ്ങിട്ട് വീട്ടിലോട്ട് വാ. ഞമ്മ നല്ലോണം ഒന്ന് ആലോചിക്കണം. ഇൻഷാ അല്ലാ. കേട്ടപ്പോ ഞാൻ ഇടി തെട്ടിയ മരം പോലെ നിന്നുപോയി. നല്ല പൂ പോലത്തെ മോളെ വയസ്സനറപ്പിക്ക് കെട്ടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഇവിടെ ആണുങ്ങളില്ലാഞ്ഞിട്ടാ? മോളടുത്തൊന്നില്ല. ഇല്ല. അല്ല, കുട്ടി കേട്ടാ വേജാറാ. ഞാനും നിങ്ങൾ കേട്ടത് കേട്ടു. വേറെ ആരും കേക്കണ്ട. മനുഷ്യൻ കേക്കാൻ പറ്റുമോ? നിങ്ങളുടെ മാപ്പിളാനോടും കൂടി ഞാനിത് പറഞ്ഞു പറയണ്ട. നിങ്ങളുടെ മോളായതുകൊണ്ടാ ഞാനിത് ഇവിടെ വന്ന് പറഞ്ഞത്. ഞാൻ പറയൂല. പക്കെങ്കില് എന്റെ ഹയാത്തിൽ ഈ കാര്യം നടത്തിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഒരു ഉമ്മക്ക് സമ്മതിക്കാൻ കഴിയും? നിങ്ങളോടുള്ള പുരുഷൻ കൊണ്ടാ ഞാനിത് പറയുന്നത്. എനിക്ക് മക്കളില്ലെങ്കിലും ആയിഷ എന്റെ മോളെ പോലെയാ. അപ്പൊ ഇങ്ങക്കൊരു ഇടങ്ങേറി വരുമ്പോ എനിക്കും വരും പോലെയാ. പണ്ട് കേളുകാര് പറയേനു വടക്ക് കാലത്ത് വേണ്ടാത്ത പുത്തിയെന്നും. അതുപോലെയാണ്. നല്ല കാര്യം. തങ്കം പോലത്തെ ഞമ്മളെ മോള ആ അറബിക്ക് കൊടുക്കണമെന്നല്ല നിങ്ങളെ കൂടെ കൊന്നുകളയും. ഇതാണ് നിങ്ങൾ വലിയ ആനക്കാര്യം ഒന്നും പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊന്നും നമ്മളോട് പറയണ്ട. ആമിനെ,
ഈ കാര്യം ഞമ്മക്കും വലിയ സന്തോഷായിട്ടല്ല ആലോചിച്ചത്. ഗതി കെട്ട പുലി തെങ്ങുമ്മലും കയറും. വേറൊരുത്തിന് കെട്ടിക്കുമ്പോ സ്ത്രീധനം വേണം, പൊന്നു വേണം, പിന്നെ എന്തൊക്കെ വേണം. കച്ചവടം ഇങ്ങനെ പാപ്പരായിരിക്കുമ്പോ ഞാൻ എവിടെ പോകാനാണ്? എന്ന് വെച്ച് കുട്ടി നാളെ കെട്ടിച്ചാട് വല്ല അനർത്ഥവും വരുത്തി വെക്കുകയും ചെയ്ത നമ്മളോടൊന്നും പറയരുത്. ഞാൻ എന്ത് വേണം? ആമിനു, നീ ഒരു ബൈ പറഞ്ഞു. ഞാനാ വഴി പറയേണ്ടത്. ഞാൻ എന്താണ് റബ്ബേ വേണ്ടത്? ആമിനു, നീ മോളോട് മയത്തിലൊന്ന് പറഞ്ഞു കൊടുത്തു. ഓളോട് ഞാൻ പറയൂല, നിങ്ങളെന്നെ പറഞ്ഞോളി. ഉമ്മയും ബാപ്പയും കൂടി ഒരു കാര്യം തീരുമാനിച്ച ഓള് സമ്മതിക്കും. അതാണ് ഇസ്ലാമായ പെണ്ണ്. ഇപ്പൊ ഈ അറബിനെ കൈവിട്ട ഓ ബേബീന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അല്ലേ? സമ്മതിക്കണ്ട. 4 ദിവസം പള്ള കഴിക്കുമ്പോ ഒന്നെ സമ്മതിച്ചോളൂ. ആ അല്ല പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആ അവിടെ നിക്കുന്നു. പള്ളിയിൽ ഇറങ്ങിയപ്പോ നമ്മൾ അവിടെയൊക്കെ നോക്കി. വാ, ഇങ്ങോട്ട് വാ. പിന്നെ ഓളുടെ ഉമ്മ സമ്മതിച്ച്, ഞമ്മളും സമ്മതിച്ച്, ഇനി ഓള് മാത്രം സമ്മതിച്ചാ മതി. ഇൻഷാ അല്ലാ. ഐശേ, ഞാനൊരു വലിയ പണക്കാരനാവാൻ പോവാ. ഇന്ന് സഞ്ചി നിറയെ പണവാ. കോളടിച്ചു. ഞാനങ്ങനെ വലിയ പണക്കാരനായ പിന്നെ ഈ ബയോസ്കോപ്പ് ഒന്നും ആവില്ല. സുൽത്താന്റെ കൊട്ടാരം പോലത്തെ ഒരു വലിയ സിനിമാ ഹാള് തന്നെ പണി. ഞമ്മക്ക് രണ്ടാക്കിരുന്ന് സിനിമ കാണാൻ ഒരു സ്പെഷ്യൽ ബോക്സ് ഓഫീസ് ഉണ്ടാവും. അതിലിങ്ങനെ ഇരുന്ന് ചൂട്. പനിയുണ്ടോ? ഒന്നുമില്ല, തോന്നിയതാവും. ഓ, നിന്റെ കൂട്ടുകാരി പുതിയോട്ടി വരുന്നുണ്ട്. ഞാൻ പോവാ. ഈ വന്നിട്ട് അധികം നേരമായ? ആ, ഞാൻ വന്നതിനാണ് മനസ്സിലായോ? ഇല്ലല്ലോ. വാ. നീ നേരത്തെ തന്നെ വരണേ. ഓ, പുതിയൊട്ടിന്റെ ഒരു പുന്നാരം. ഓള് നേരം വെളുക്കാൻ കാത്തിരിക്കല്ലേ? നേരം വെളുക്കൊന്നും വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം.
ഐശോ ഇവിടെ വാ. എന്താണ് മോളെ ഒരു കൊര? പടച്ചോനെ ചൂടുണ്ടല്ല. ചൂടൊന്നും ഇല്ല പാപ്പ, ബാപ്പാക്ക് വെറുതെ തോന്നുന്നതാ. എന്താണ് ബാപ്പയും മോളും കൂടെ ഒരു സുകാര്യം? ഓള് 2-3 ദിവസമായില്ലേ കൊരക്കണത്. മേലി ചൂടും ഉണ്ട്. ഒന്ന് ഡാക്ടറെ കാണിക്കണം. പടച്ചോന്റെ പേടുകൊണ്ട് ഓള് ഡോക്ടറെയും വൈദ്യരും ഒന്നും കാട്ടണ്ട. പോക്ക് അതിന് മാത്രമൊന്നുമില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയാക്കേണ്ടത് ഡാക്ടറല്ലേ. ഓളുടെ കൊര കേക്കാൻ നിനക്ക് ചെവിയില്ലേ? ഈ ജലദോഷത്തിന്റെ പനിയും കുറെ ഇപ്പൊ എല്ലാവർക്കും ഇല്ലേ? അതൊക്കെ ഇരിക്കട്ടെ, നീ ഓക്ക് നല്ലതൊക്കെ ഒന്ന് മാറ്റി കൊടുക്ക. അതൊക്കെ ഓള് തന്നെ മാറ്റും. ആട്ടെ, നിങ്ങളിത് പീടി കൊടുക്കാൻ പോണില്ലേ? ഓ, ഇനി അത് തുറന്നിട്ടാണ് ഭാരാൻ പോണത്. അവിടെ എന്ത് കുന്താണുള്ളത്? മോളി തുണിയും കുപ്പായൊന്ന് മാറ്റിക്കേ, പുറത്തു പോണതല്ലേ. മോള് റെഡി ആയിട്ടിരിക്കും. ബാപ്പ കുതിരവണ്ടിയും കടിച്ച് ദാന്ന് പറയുമ്പോഴത്തേന് ഇപ്പൊ വരാം. ഡോക്ടർ മോളിലാ. വരി വാ. വരി വരി. സൂക്ഷിച്ച് കയറിക്കോളി. ആ എവിടേക്ക് ഓടുന്നു? ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. ബാപ്പ, കുട്ടിയുടെ ബാപ്പയാണ്. അസ്സലാമു അലൈക്കും. നല്ലോണം അടുത്ത് നിന്നോ മോളെ. മാഷാ മാഷാ. ഇതാ ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത്. ആ അറബിയുടെ കേളി എന്താ ഓള ഭാഗ്യം. ഏതായാലും ആയിഷയും കുടുംബവും രക്ഷപ്പെട്ട്.
പെണ്ണിന്റെ മണ്ടത്തരം. അറബി കല്യാണം കഴിച്ചുകൊണ്ട് രക്ഷപ്പെട്ടില്ലേ? അവരുടെ കുടുംബസ്ഥിതി തന്നെ നന്നായില്ലേ? ഈ ദല്ലാലിമാര് കെണിക്കിന കെണിയാണ് ഇതൊക്കെ. കെട്ടിച്ചാലും മൊയ്യല്ലാലും കൊണൊക്കെ ഓലിക്ക് തന്നെ. എന്നാലും ഉമ്മയും ബാപ്പയും കുട്ടികളെ സംഭവം നോക്കണ്ടേ? കാരണം കേട്ടിയിലെ മൂപ്പരെ ഒരു പെണ്ണ് കിണറ്റിച്ചാടി മരിച്ചിരിക്കാണ്. നിങ്ങളെപ്പോലത്തോലാണ് ഇതിന് കാരണം. അല്ല, ചാഞ്ഞ മരത്തുമ്പോ പാഞ്ഞാറാൻ നോക്ക. അത് വേണ്ട. പടച്ചോൻ വേണ്ടി വെച്ചിട്ട് മമ്മത് കെട്ടിച്ചു വിട്ട ഒരൊറ്റ പെൺകുട്ടികളും കിണറ്റിലും ചാടിയില്ല, കുളത്തിലും ചാടിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ ചൊങ്കുള്ള പിള്ളേർക്ക് കെട്ടിച്ചു കൊടുത്ത പെൺകുട്ടികളൊന്നും കുളത്തിൽ ചാടി മരിക്കണില്ല. ഓർക്ക് ഇതൊക്കെ ഒരു തമാശയാണെന്ന്. അല്ല, മമ്മദാപ്പിള്ള അടിച്ചു വിടുന്നുണ്ടല്ലോ ഈ കുട്ടികളൊക്കെ എന്ത് ചാടി മരിക്കുന്നതിന്. അറബികളെ കുറ്റം പറഞ്ഞ എന്താ കാര്യം? അവര് വന്നാൽ മനുഷ്യന്മാര് 4 കാശ് ജാസ്തി കിട്ടും. ഇപ്പൊ തന്നെ നമ്മളൊരു കോൾ അടിച്ചു വന്നിരിക്ക. മോളെ, നീ മുലകുടി മാറാത്ത കുട്ടിയെ നമ്മൾ സന്തോഷിക്കണ്ടേ? അയാൾ എത്ര പൈസ മുതലുള്ള ആളാ. പൈസയും മുതലും ഉമ്മയാണോ ഈ പറയണത്? മോളെ, മോളെണീക്ക്, എന്തെങ്കിലും തിന്ന്. ഇങ്ങനെ അന്നത്തിന് വെള്ളവർക്കാണ്ട് കിടന്നാലും. വേണ്ട വേണ്ട, എനിക്കൊന്നും വേണ്ട. കോളടിച്ചല്ല വാഹയ. അങ്ങനെ നമ്മളെ ചൂണ്ടയിലും വലിയ മീനൊക്കെ കൊത്തും. ഞാനിപ്പോ വാങ്ങി ഈ വണ്ടി ഉണ്ടല്ലോ, ഇത് അറബിയുടെ സഹായം കൊണ്ടാ. ഇത് അറബിയൊക്കെ മാത്രമുള്ളതാ. അറബിയക്ക് പെസല് വണ്ടിയാ. ഇപ്പൊ തന്നെ 100 ഉറുപ്പ്യ അയാൾ ഒരു ട്രിപ്പിന് തന്നത്. 100 ഉറുപ്പ്യ? അതിന് മാത്രം എന്താ പണിയെടുത്തിക്കണേ? ഞാൻ ചെയ്ത പണിക്കല്ല കൂലി. മൂപ്പര് കെട്ടാൻ പോണ ചരക്കിനെ മനസ്സ് പിടിച്ച സന്തോഷം കാണിച്ചതാ. അല്ലെങ്കിലും ഞാൻ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങൾക്ക് തന്നെ 50 ഉറുപ്പ്യ കമ്മീഷനുള്ളൂ. അപ്പം ഇമാതിരി 4 അർഗകളെ കിട്ടിയാൽ എന്റെ കാര്യം കുസാലായി. മഹന്റെ ഒരു ഭാഗ്യം. ഒക്കെ അതെല്ലാലും മോമന്റെ മിടുക്ക. ഓനെന്താ സാധനോ? മോനെ അബു, നിന്നെ നമ്മള് കാണാനിരിക്കുകയായിരുന്നു. ഞമ്മക്ക് എല്ലാം അറിയാം. എന്നാ മോൻ ഞമ്മളെ പറ്റി അറിയണ്ടേ? ഞാൻ ഈ ഉണങ്ങിയ പീടിയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ കൈ കിട്ടിയ ഒരു പിടിവള്ളിയാണ്. അതുകൊണ്ട് മോൻ ഇനി അവളെ കാണാൻ നമ്മുടെ വീട്ടിൽ വരികരുത്.
എവിടെ ലക്ഷ്മി? ലക്ഷ്മി പോരുന്നില്ലേ? ഇല്ല, ഓമേ പൊയ്ക്കോളൂ. ഞാൻ ഇന്നലെ ഇവിടെ കാത്തിരുന്നു, ലക്ഷ്മിയെ കണ്ടില്ല. ഓ, ഞാനിന്നലെ അമ്പലത്തിൽ വന്നിട്ടില്ല. എന്താ എന്റെ ഐശ്വര്യന്റെ ഹാല്? ഈ കല്യാണം ഉറച്ചോ? ലക്ഷ്മി എന്താ ഒന്നും മിണ്ടാത്തേ? ലക്ഷ്മിക്ക് ഒന്നും പറയാനില്ലേ? എന്റെ മനസ്സിന് സമാധാനം കിട്ടാനാ ചോദിക്കുന്നത്. ഞാൻ എന്തു പറയാനാ? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഈശ്വരൻ തന്നെ ഒരു വഴി ഉണ്ടാക്കണം. ഐഷയെ എന്ത് ചെയ്യാനാ? ഉമ്മയും ബാപ്പയും മറ്റുള്ളവരും കൂടെ അവളെ ഇട്ട് ഉരുട്ടുകയാ. അവസാനം എന്തുണ്ടാവും ആർക്കറിയാം? എന്റെ ഹാല് ഓതുന്നല്ലേ ലക്ഷ്മി? ഞാൻ ആരോരും ഇല്ലാത്തവനാ. എനിക്ക് വീടില്ല, കാശില്ല, കുടിയില്ല. ഈ വയസ്കോ പോയി നടക്കുന്ന ഞാൻ എന്തു നേടാനാ? ഇല്ലാത്തതിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ഉള്ളത് നോക്കിയാ ഉമ്മയും ബാപ്പയും മറ്റുള്ളവരും എല്ലാം തീരുമാനിക്കുന്നത്. ഐഷയെ കാണുമ്പോ എന്റെ കരള് പൊട്ടണു. 2 ദിവസമായിട്ട് ആ മുഖത്ത് നോക്കാൻ കൂടി എന്റെ മനസ്സിന് ശക്തിയില്ല. നിങ്ങളുടെ പേര് കേട്ടാൽ അവൾ കരയാൻ തുടങ്ങും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇതിനെങ്ങനെ സമാധാനം കാണാമെന്ന് ലക്ഷ്മിക്ക് പറയാവോ? എന്റെ ഐശയെ കാണാതെ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ ആലോചിക്കാം. ഓടെ മനസ്സിന് പടച്ചോ ശക്തി കൊടുത്താൽ മതിയായിരുന്നു. ഐഷി, ഇങ്ങനെ ഒന്നും തിന്നുകയും കുടിക്കുകയും ചെയ്യാതിരുന്നാലോ? എനിക്കിനി ജീവിക്കാനേ പൂതിയില്ല. പഠിച്ചോൻ ഒരു മിനിറ്റ് നേരത്തെ അങ്ങോട്ട് വിളിച്ചെങ്കിൽ. അല്ലെങ്കിൽ ഐഷി, വേണ്ടാത്ത ആലോചനയൊന്നും വേണ്ട കേട്ടോ. എപ്പോഴും ഈ കണ്ണീരും കരച്ചിലുമാണെങ്കിൽ ഞാനിനി ഇങ്ങോട്ടില്ല. ഒന്നിങ്ങോട്ട് നോക്കൂ, എന്റെ മുഖത്ത് നോക്കൂ. ഒന്ന് ചിരിക്കൂ. ഐഷി, قبلت منك نكاح وتزويجها بهذا المهر المذكور.
عائشة افتح باب افتح باب عائشة افتح باب عائشة افتح باب عائشة افتح باب افتح باب عائشة افتح باب عائشة افتح باب افتح باب عائشة افتح باب افتح ചെല്ലു മോളെ. عائشة മൂസക്കാക്ക പിടിച്ചത് പുളിങ്കോപ്പ് തന്നെയാ. ആ അറബി എത്ര വലിയ പൈസക്കാരനാ. അതെ, ശക്തി ഞമ്മടേതാ. ഈ മമ്മദ് അറബീന് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി മൂസക്കാക്കന്റെ തൊള്ളയിലേക്ക് ഇട്ട് കൊടുത്തതാ. തിരിയോ? ആ അറബി വന്നതിന് ശേഷം ചരക്കത്രയാ എടുത്തു കൂട്ടിയെന്ന് കണക്കില്ല. പണിത്തരവും ചൂടിയും വാങ്ങിയത് എത്രയെന്ന് അറിയൂല്ല. ചാക്കിന് ചാക്ക് പൈസയും കൊണ്ടുവന്നു നാട്ടുകാരൊക്കെ പറയണത്. അറബി ചരക്ക് എടുത്തു കൂട്ടിയെന്ന് ഈ ബജാറിൽ എല്ലാവർക്കും അറിയാം. പെണ്ണ് എത്രയാ കെട്ടിയത് മുഹമ്മദ്ക്കൊക്കെ അറിയൂ. അതിത്ര ചോദിക്കാനുണ്ടോ? മൊത്തം 4. ഇങ്ങനെ 4 തന്നെ നിന്നാ മമ്മതിന്റെ അന്നം മുടങ്ങില്ലേ? നല്ല തമാശ. 4 തന്നെ നിക്കേ. മമ്മദിന് അറബീനെ കൊണ്ട് കെട്ടിക്കാൻ അറിയുമെങ്കിൽ കെട്ട അഴിപ്പിക്കാനും അറിയാമെന്ന് വിചാരിച്ചോളി. അറബീന്റെ മുതൽ എല്ലാവർക്കും കിട്ടണ്ടേ? ഇത് സോഷ്യലിസ്റ്റിന്റെ കാലമല്ലേ? അല്ല മുഹമ്മദ്ക്ക, ഞമ്മക്ക് പുതിയ കോളൊന്നും ഇല്ലേ? നിങ്ങളെ കച്ചവടത്തിന് അറബി തന്നെ വേണമെന്നില്ലല്ലോ. അവൻ എന്തോ കോൾ അടിച്ചിട്ടുണ്ട്. ഓനെങ്ങാനും തന്ന പൈസ മടക്കി ചോദിക്കുകയോ മറ്റോ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? നാട്ടുകാരോട് ഞാനെന്ത് സമാധാനം പറയും? അതിന് നിങ്ങൾ എന്തിനാ എന്റെ വെക്കിട്ട് കയറുന്നത്? ഈ ആലോചന വന്നപ്പോഴേ ഓളല്ല നീയാണ് തിരിഞ്ഞു കളിച്ചത്. ഓളോട് നീ പറഞ്ഞു കൊടുക്കണ്ടേ കെട്ടിയ മാപ്പള്ള അനുസരിക്കണമെന്ന്? ഓൻ ചെറു പ്രകാരം നിക്കാതെ കഴിച്ചതല്ലേ? ഓനെ അനുസരിക്കേണ്ട പെണ്ണിന് നിർബന്ധമല്ലേ? ഞമ്മ ഈ ഇട്ടിരിക്കുന്ന തുണിയും കുപ്പായവും നിന്റെ കൗത്തിലെ ചെയിനും പീഡിയൽക്ക് വാങ്ങിച്ച സാമാനവും ഓൻ തന്ന പൈസ കൊണ്ട് വാങ്ങിച്ചതല്ലേ? എന്തെങ്കിലും വന്നാ പിന്നെ ഓ പെറ്റ മോളെ നിലക്ക് നിർത്താൻ കഴിയാത്ത ഒരു ഉമ്മപ്പോ ബാലാലി. നിന്റെ മാപ്പാക്കൊണ്ട് കൂടെ നമുക്ക് ഉച്ച വരെ കിടന്ന് ഉറങ്ങണ പെരേല് റഹ്മത്തിന്റെ മലക്കടുക്കുവോ? പുതിയാപ്പള പിണങ്ങിയാണ് ഇറങ്ങിപ്പോയത്. എന്തൊക്കെ കുലുമാലുണ്ടാവുക പടച്ചോനിക്കറിയാം. അല്ല, അതിന് നമ്മളാ വിളക്ക് വെച്ചത്. നീ മുണ്ടാണ്ടിരിക്കണ്ട സൈത്താനെ. നീയും ഉമ്മയും കൂടിയാണ് ഈ ബല മുഴുവൻ ഭരിച്ചു വെച്ചത്. അല്ല പിയാപ്പിളെ, പറഞ്ഞ മുറത്ത് കയറി കൊത്ത. പിന്നെ ഈ മോന്തായം കണ്ട അറബി ഓടിക്കേട് വരും. വല്ലാത്തൊരു കുടുക്കന്നെ റബ്ബേ. അല്ല മൂസക്കാക്ക, നിങ്ങൾ എന്ത് മുസീബത്താ ചെയ്തത്? അറബി ഇപ്പൊ ഞമ്മളെ മേലേക്കാ ചാടുന്നത്. അമ്മതേ എന്ത് കിമ്മതെന്ന് ഇത് മനസ്സിൽ കേട്ട ചെതണ്ടോന്ന്? ഞാൻ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തതല്ലേ? എനിക്കിപ്പോ അറബിയോട് പിണങ്ങാൻ പറ്റുമോ? നോക്കി, ഒന്നുകിൽ നിങ്ങളെ മോളെ അറബീന്റെ വീട്ടിലേക്ക് അയക്കണം,
ഇല്ലെങ്കിൽ വാങ്ങിയ പൈസ കണക്ക് തീർത്ത് കൊടുക്കണം. എന്താ വേണ്ടിച്ച വെക്കാൻ തീരുമാനിച്ചു. ആട്ടെ മുഹമ്മദേ, നീ പുതിയാപ്പണ്ണ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കും. ഞാൻ നാളെ എങ്ങനെയെങ്കിലും അവളെ അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇനി നമ്മളെന്താ ചെയ്യാൻ കണ്ടത്? അവളെ അങ്ങോട്ട് പറഞ്ഞേക്കല്ലാണ്ട് വേറെ വയ്യൊന്നുമില്ല. എങ്ങോട്ട് അയക്കാൻ ഈ പറയണത്? അറബിയുടെ കടപ്പുറത്തെ വീട്ടിലേക്ക്. അപ്പൊ ഓൺ ഒറ്റക്കൊരു പുര നടത്താനൊക്കെ ആയാ? അതിനെന്താണ്, പേടിക്കാനൊന്നുമില്ല. അവിടെ ഓന്റെ വേറെ 2 ഭാര്യമാരുണ്ട്, അവര് നോക്കിക്കോളും. അസ്തഗ്ഫിറുല്ലാ, 2 ചക്കളത്തിന്റെ നടുവിലേക്ക് എന്റെ മോള് പോകേണ്ടത്? അതും ഇതും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പറഞ്ഞയക്കണോന്ന് പറഞ്ഞാ പറഞ്ഞയക്ക തന്നെ. ഓളെങ്ങോട്ട് വിളിക്ക്, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ തന്നെ വിളിക്കാം. ആയിഷ, ആയിഷേ. ബാപ്പ വിളിച്ചോ? ആ വിളിച്ച്. പാപ്പാടെ മോള് ഇവിടെ വന്നിരിക്കി. പാപ്പ ഒരു കാര്യം പറയാം. നീ നിന്റെ പുതിയാപ്പളുടെ വീട്ടിലേക്ക് ഇന്ന് ഇപ്പൊ തന്നെ പോണം. എന്താണോ ഒന്നും മുണ്ടാത്തത്? ഓൻ നിന്റെ കെട്ടുവനാണ്. ശര അനുസരിച്ച് നിക്കാഹ് കഴിച്ചോനാ. ശരഹ് പ്രകാരം? എന്തേ സംശയമുണ്ടാ? നിക്കാഹ് ശരഹ് അനുസരിച്ചാണെങ്കിൽ രണ്ടാളും സമ്മതിക്കണ്ടേ? എന്തേ നീ സമ്മതിച്ചില്ലേ? ഞാനോ? ആരോട്? എന്നോട് ആരും സമ്മതം ചോദിച്ചു? എടീ, എന്താടി പറഞ്ഞത്? മോളെ, മോക്ക് വേദനിച്ചോ? മോക്ക് ബാപ്പോട് വെറുപ്പുണ്ടോ? മോളെ കൽബിലെ വേദന ബാപ്പാക്കറിയാം. ഇടനെഞ്ച് പൊട്ടിക്കൊണ്ടാണ് ബാപ്പ ഇതിന് സമ്മതിച്ചത്. എന്ത് ചെയ്യാം, നമ്മൾ കരയില്ലാത്ത ബഹറിലല്ലേ വീണുപോയത്. കൂടിയല് കാലിക്കുപ്പിയും കാലിച്ചാക്കും അല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അടുപ്പിൽ തീ കൂട്ടാൻ ഗതിയില്ലാത്ത നേരം ആയിപ്പോയില്ലേ. ഇനി ഈ കുടുംബത്തിന്റെ രക്ഷ നിന്റെ കയ്യിലാണ്. മാമതി ഇരിക്കും. ഞാൻ ഇരിക്കാൻ വന്നല്ല, രണ്ടാളൊരു മറുപടി ഇപ്പൊ കിട്ടണം. നിങ്ങൾ പെണ്ണിനെ അയക്കോ ഇല്ലേ? നിങ്ങൾ മനസ്സിലെ വിചാരം എന്താണ്? ഇത് തമാശ കളിക്കാണോ? അല്ല മുസ്തകാക്ക, നിങ്ങൾക്ക് നാണവും മാനും ഉണ്ടോ? മാമതി ഇരിക്കും. ഞാൻ ഇരിക്കാൻ വന്നല്ല. അറബീന്റെ പൈസ കൊണ്ട് കോട്ടും കോളാമ്പിയും തുന്നിച്ച് കച്ചവടവും നന്നാക്കി മീശയും വെച്ച് ഇച്ചയിലേക്ക് ചെയ്യുന്നത് അമുക്കുകൾക്ക് വെച്ച പണിയല്ലേ? ആണും പെണ്ണും കച്ചവടക്ക് വെച്ച പണിയല്ലേ? മനസ്സിലായ കുറച്ച് പറഞ്ഞാ മനസ്സിലാവണം. ഇത് 2 കെട്ടതായി പോയാലോ? വെക്കം പറ. നിങ്ങൾ അയക്കോ അതോ ഇല്ലേ? ഇല്ലെങ്കിൽ പൈസ വെക്കി നോക്കി. ഇതിനൊരു തീർച്ചയും മൂർച്ചയും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പടച്ചോനാണ് നേര് ഈ വീട്ടിൽ നിന്ന് ചോരക്കൾ കിടക്കും. നിങ്ങൾക്ക് മമ്മദിനെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ഹൈറാനിയത്തിലായിപ്പോയി എന്റെ പൊന്ന മമ്മദേ. നീ ആദ്യം തന്നെ എന്നെ അങ്ങാട് കൊന്നാളാ. ഞാൻ അങ്ങോട്ട് വരുമെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഞാനേ കുതിരവണ്ടിയും കെട്ടിച്ച് ഇപ്പൊ വരാം. എന്റെ മോളെ, മോളെ, ഞാൻ പോയിക്കോളാം ഉമ്മ. ഈ തിരിഞ്ഞുകളി ഒക്കെ ആ ബലാല് കാക്കേണ്ടതാണ്. പെണ്ണിന് ഇന്നലെ സമ്മതാണ്. അറബിക്ക് ഖുഷിയുള്ള ദിവസമാണെന്ന് ഓരോന്നൊന്ന് സന്തോഷിക്കും. അമ്മദക്ക ഒന്ന് പറയണ്ടേ? ആ അങ്ങോട്ട് പോയിന്നു. എന്താ വിളിച്ചേ? മമ്മദ്ക്കാന്നോ? ആ ഈ ഞമ്മളെ മമ്മദ്ക്കാന്നും വിളിച്ച് ബാല്യക്കാരിയാവാൻ നോക്കണ്ട. ഞമ്മൾ ഈ കടപ്പുറം ബൈക്ക് നടക്കാൻ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് ഈ ഒഹദുമല പോലത്തെ പെണ്ണ. എന്താ വണ്ടിക്കാരൻ കോരമൂപ്പര കോളൊന്നും ഇല്ലേ ഇപ്പം? ആ ഓരോരുത്തര് സ്വന്തം വെച്ച് തിന്നാൻ തുടങ്ങിയപ്പം ഹോട്ടൽ സാധനങ്ങൾക്കൊക്കെ കോള് കുറവാ അല്ലേ? തുടങ്ങിയല്ലോ കൂടെ ഏടാകൂടെ വർത്താനം. ഞാൻ കാര്യമായിട്ട് പറയാം. പറഞ്ഞോ പറഞ്ഞോ.
എനിക്കൊരു സായിപ്പിനെ. മനസ്സിലായി മനസ്സിലായി, ഇനി പറയണ്ട. അപ്പോ അനക്ക് കുഫൂത്തൊരു സായിപ്പാവണ്ടേ? നിങ്ങള് മനസ്സ് വെച്ചാ കാര്യം നടക്കും. അതെങ്ങനെയാ പാത്തുട്ടി, സായിപ്പും കൂടി വിചാരിക്കണ്ടേ? മുത്തു അമ്മതക്കാർ എനിക്ക് അങ്ങനത്തെ പൂതിയും കൂടെ ഉള്ളൂ. ശരി, നോക്കാം. ഇപ്പോ എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ട്, അതൊന്ന് കഴിഞ്ഞോട്ടെ. പാത്തുട്ടി ഏതായാലും ഈ പൂതിയും വെച്ച് ഇത്രയും കാലം ഇരുന്നില്ലേ? അതാരാ? അതാരെങ്കിലും ആയിക്കോട്ടെ, അവനവന് വേണ്ട കാര്യം ചോദിച്ചാ പോരെ. നമ്മളെ കാര്യം മറക്കരുത്. പെണ്ണ് 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 വരുന്നുണ്ട്. ഐശയ് ഐശയ്, പെണ്ണ് വരും വരും. നമ്മളാണ്. മോള് പോയി വാ. പെണ്ണുങ്ങളൊന്ന് മാറിക്ക്. എന്താടി ഇത്ര ചിരിക്കാൻ? എടിയല്ലോ, എടീന്ന് വിളിക്കാൻ ഞാൻ എന്റെ വെള്ളാട്ടിയൊന്നുമല്ല. എന്നാൽ ഈ മഹാറാണിന്ന് വിളിക്കാം. അല്ല പിന്നെ പെണ്ണ് നിലത്തല്ല. അന്റെ പത്രാസൊന്നും ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കില്ലടി. ഇനി എടീന്ന് വിളിച്ചാലേ വിളിച്ചാലും ഓള് വെട്ടിക്കളി. എന്നെ എടീന്ന് വിളിച്ചാലേ 1000 വട്ടം അങ്ങോട്ട് വിളിക്കോടി. നീ വിളിക്കോടി. ആടി എന്നാ കാണോടി ചെയ്താനെ. കാണൂടി നീ വിളിക്കൂ, നീ വിളിക്കൂ. നീ മാറിക്കോ, അല്ലെങ്കിൽ അഴുക്ക് കിട്ടും.
مشاجرة معه فعلت ماذا بقولي شيطان قواط عايشة تعال تعال عايشة അറബിക്കടലേ അറബിക്കടലേ ചോദിച്ചോട്ടെ എന്നറബിക്കഥയിലെ രാജകുമാരി സുഖമായി വാഴുന്നു സുഖമായി വാഴുന്നു അറബിക്കടലേ അറബിക്കടലേ ചോദിച്ചോട്ടെ എന്നറബിക്കഥയിലെ രാജകുമാരി സുഖമായി വാഴുന്നു സുഖമായി വാഴുന്നു സുറുമയെഴുതിയൊരു കണ്ണുകളിപ്പോൾ സുന്ദര സ്വപ്നം കാണുന്നു സുറുമയെഴുതിയൊരു കണ്ണുകളിപ്പോൾ സുന്ദര സ്വപ്നം കാണുന്നു കരളിലെ മോഹ കളിയോടങ്ങൾ കണ്ണീർ ചുഴിയിൽ താഴുന്നു അറബിക്കടലേ അറബിക്കടലേ ഇത്ര നാളും പല പല ചിത്രം മറ്റുള്ളവരെ കാട്ടി ഞാൻ ഇത്ര നാളും പല പല ചിത്രം മറ്റുള്ളവരെ കാട്ടി ഞാൻ
ചിത്രം കൽവിനുള്ളിൽ കരുതി ഞാൻ അറബിക്കടലേ അറബിക്കടലേ ചോദിച്ചോട്ടെ എന്നറബിക്കഥയിലെ രാജകുമാരി സുഖമായി വാഴുന്നു സുഖമായി വാഴുന്നു. ഇന്ന മോക്ക് കുറച്ച് കാരക്ക. അല്ല കരയ എന്തിയേ? ഒന്നുമില്ല, എല്ലാം വരച്ചു വെച്ച് നിങ്ങൾക്ക് കൈയും വീശി നടന്നാ മതിയല്ല. കൈയല്ലാണ്ട് പിന്നെ കാലാണോ വീശണത്? കാര്യം എന്താന്ന് വെച്ചാ പറ. ഇനി എന്തുണ്ടാവണം? ഓളവിടെ രണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് കഴിഞ്ഞു കൂട്ടണെന്ന് റബ്ബിനറിയാം. ആമിനെ, പടച്ചോനെ മറന്നൊന്നും പറയരുത്. ഓൻ ചെയ്ത വലിയ നേമത്തല്ലേ. റംലാന്റെ ഭാവിക്കും ഇത് നല്ല. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله. കരയ ഐഷ, ഈ എന്തിനാ കരയണേ? പെണ്ണിന് വിധിച്ചത് വേദനയാ ആയിഷേ. നമ്മുടെ ആശയക്ക് ഈ അമ്പാറ്റയുടെ ആയിസ. വാ വാ, നീ വന്ന് വല്ലതും തിന്നെ. ജീവനുള്ളവരെ നിവർന്ന് നടക്കണ്ടേ? മുതലാളി മുതലാളില്ലേ? മുതലാളില്ലേ? ആ ഉണ്ട്. ഒരു കാര്യം അന്വേഷിക്കാനാ. ഇവിടെ ഖദീജ എന്ന് പറയാൻ ഒരു സ്ത്രീ ഉണ്ടോ? ഖദീജയോ? അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ. എന്തിനാ? ഒരു വിവരം അറിയാനാ. ഞാനും അബ്ദുള്ള എന്ന് പറയാ ഈ അറബിയും ഖദീജ എന്ന് പറയാ ഒരു സ്ത്രീയും അവരുടെ കുട്ടീനെയും കണ്ടുപിടിക്കാൻ നടക്കുക. 20 കൊല്ലം മുമ്പ് ഇയാൾ മലബാർ വിട്ടപ്പോ ഖദീജയെ മൊഴി ചൊല്ലി. നാട്ടിലെത്തിയപ്പോൾ ഓർക്കാതൊരു കേസ് കുടുങ്ങി. 20 കൊല്ലം ജയിലിൽ കഴിഞ്ഞു. ജയില് വിട്ടത് മുതൽ മകളെ പറ്റിയുള്ള ചിന്തയാണ്. അവളെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കണം. അത് കഴിഞ്ഞ് തനിക്ക് മനസ്സമാനം ഉണ്ടാവും. അങ്ങനെ മകളെ തേടി നടക്കുക. ഇനി ഞങ്ങൾ കയറാത്ത സ്ഥലമില്ല, അന്വേഷിക്കാതെ ദിക്കൂല്ല. ഓരോരുത്തരുടെ വിധിയിൽ എഴുതിപ്പോയതാ. പാവം, ഞമ്മളെന്താ വേണ്ടത്? ഇവിടെ അന്വേഷിച്ചാൽ വല്ല വിവരവും കിട്ടുമെന്ന് കേട്ടു. അസീസറബിയുടെ വീട്ടിൽ തന്നെ അറബിക്ക് പിറന്നവരുണ്ടെന്ന് കേട്ടു. എന്ത്? ഞമ്മളൊക്കെ ജനിക്കണതിന് മുമ്പത്തെ കഥയല്ലേ? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നിങ്ങളുടെ ബീഡർമാരിൽ അറബികളുടെ മക്കൾ ആരെങ്കിലും ഉണ്ടോ? മിൻ നിസായിക ബനാത്തുൽ അറബ് സബബ് വാഹിദ് അഹ്ബറ ബീക്കുട്ടി ബിച്ചിബി ആയിഷ സൽഫി മൽബാരി. ചോദിക്കുന്നതിന് ഓരോരുത്തരായി മറുപടി പറഞ്ഞാൽ മതി.
നിങ്ങളെ ബാപ്പാന്റെ പേരെന്താ? മൂസക്കാക്ക. നിങ്ങളെ? എന്റെ ബാപ്പാന്റെ പേര് അബൂബക്കർന്നാ. അന്റെ ബാപ്പന്റെ പേര് ഓർമ്മയില്ല. ബാപ്പാന്റെ പേര് ഓർമ്മയില്ലാന്നോ? ബാപ്പ മലബാറിയോ അറബിയോ? ഞാൻ ബാപ്പാനെ കണ്ടിട്ടേയില്ല. ചിലര് പറയണ അറബിയാണെന്ന്, വേറെ ചിലര് പറയണ കച്ചുദേശക്കാരനാണെന്ന്. ബീക്കുട്ടിക്ക് ഉമ്മയില്ലേ? ഞാൻ കുഞ്ഞായിരിക്കെ തന്നെ ഉമ്മ മരിച്ചുപോയി. പിന്നെ നിങ്ങൾ ആര് വളർത്തി? ഉമ്മ കൂലിക്ക് താമസിച്ച പുരയിലെ പെണ്ണുങ്ങൾക്ക് മക്കളില്ല. ഇനി ഓലാണ് വളർത്തിയത്. ഞാൻ ആദ്യത്തെ മാപ്പിളയ്ക്ക് വാണ ശേഷം ഓലും മരിച്ചു. ബാപ്പ മരിച്ചതോ ഉമ്മാനെ മൊഴി ചൊല്ലിയതോ? മൊഴി ചൊല്ലിയതാ. أنت كفن ثمن أمي؟ ബാപ്പാന്റെ മുതൽ വല്ലതും ബീക്കുട്ടറെ കൈവശമുണ്ടോ? ഒരു പെട്ടിയും ഒരു മോതിരവും ഉണ്ട്. എന്നാ അതൊന്ന് കണ്ടൂടെ? അതിലൊരു ഫോട്ടോ ഉണ്ട്. هذا شو؟ عطني. ആരുടേതാ ഈ ഫോട്ടോ? അതെന്റെ ബാപ്പന്റെയാ. ഖാലത്ത് ഇന്നഹു സൂറത്ത് അബിഹ. ബീക്കുട്ടിയുടെ ബാപ്പ അസീസ് അറബിയുടെയും ബാപ്പ. തോബ തോബ മുക്തി.
افتح باب افتح باب افتح باب افتح باب ബീക്കുട്ടി വൈൻ ബീക്കുട്ടി എവിടെ പോയി? പെണ്ണെന്ന് വിധിച്ചത് പേരിനെ ആയിഷയെ നമ്മുടെ ആശയക്ക് ഈ അമ്പാറ്റിയുടെ ആയിഷ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താണ് മുഹമ്മദ്? അല്ല, നിങ്ങൾ കേട്ടില്ലേ അറബീന്റെ ആ ബീക്കുട്ടി എന്ന് പറഞ്ഞ ഭാര്യ കടലിൽ ചെന്ന് ചാടിയത്? അതിപ്പോ നാട് മുച്ചിടും ഭർത്താനുമല്ലേ. നിങ്ങളിപ്പോ വന്നത് എന്തിനാണെന്നാണ് നമ്മൾ ചോദിച്ചത്. അത് അറബി പറഞ്ഞൊരു കാര്യങ്ങളെ അറിയിക്കാനാ. നിങ്ങളെ മോളെ മൊഴി എല്ലാം തീർച്ചപ്പെടുത്തിക്കുന്നു. ആ, നാളെ രാവിലെ 10 മണിക്ക് വന്ന് മോളെ കൂട്ടിക്കൊണ്ടു പോരണമെന്നാ പറഞ്ഞത്. കസ്റ്റംസ് സമ്മതം കിട്ടിയാൽ അയാള് നാട്ടിലേക്ക് ബഹല കയറും. അയാള് പോയാലും വേണ്ടില്ല, വന്നാലും വേണ്ടില്ല, ഞമ്മക്ക് നമ്മുടെ മോളെ ബെക്ക അങ്ങോട്ട് കിട്ടിയാ മതി. ആ, എന്നാലും നമ്മൾ ഇറങ്ങട്ടെ. നാളെ നേരത്തെ എത്തിക്കോളി. പോട്ടെ.
ഓൾ ഇവിടെ വന്നത് മുതല് നമ്മളെ കാണുമ്പോ ചിരിയും കളിയൊക്കെ ഉണ്ടെങ്കിലും ഒറ്റയ്ക്കിരിക്കുമ്പം കരച്ചില്ല. ഇപ്പോഴും ഓള് കരയുന്ന പോലെ തോന്നുന്നു. എപ്പോഴൊന്നും കേൾക്കണില്ല. ഓണം ഉറങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വെറുതെ തോന്നിയതാ. ശരിയാ, ഇപ്പോഴില്ല, തോന്നിയതാവും. ഏതായാലും ഓണം ഒരുത്തിന് വെക്കം കെട്ടിക്കണം. നിങ്ങൾ വിചാരിച്ച ആളാരാണെന്ന് പഠിച്ചോനെ ഓർത്തൊന്ന് തുറന്നു പറയും. പറയാ, പറഞ്ഞ ഏടാകൂടം പറയോ? കേക്കട്ടെന്ന്. നമ്മുടെ ആ ബയോസ്കോപ്പ് അബു ഇല്ലേ? ആ, അതെങ്കിൽ അത് വെക്കം നോക്കി. ഏതായാലും 3 മാസത്തെ യുദ്ധം കഴിയണ്ടേ? അൽഹംദുലില്ലാ, എന്റെ കുട്ടീന്റെ മുഖം തെളിയല്ലോ. ഇനി 3 മാസമല്ലേ കാക്കണ്ടു. എന്താ നിന്റെ മുഖത്തൊരു മങ്ങല്? കഴിഞ്ഞ ഒന്നും ഇനി ഓർക്കണ്ട. പടച്ച ഒടുവി നമ്മളെ ഒന്നിച്ചേർക്കാൻ തന്നെ വിധിച്ചിരിക്കുന്നത്. ഉമ്മയും മാപ്പയും വിവരങ്ങളൊക്കെ പറഞ്ഞില്ലേ? എന്താന്നും മിണ്ടാത്തെ? ചിരിക്ക. മതി, നാളെ കാണാം. നല്ല ചിത്രമല്ലേ? ഇന്നലെ കണ്ടേ നല്ല ചിത്രം. എനിക്കൊന്നും കൂടി കാണണം. പൈസ എനിക്കാദ്യം കാണണം. നീ ഇന്നലെ കണ്ടില്ലേ? ഞാൻ കാട്ടിത്തരാൻ മോനെ. നല്ല ചിത്രം. എന്ത് രസ. ചായ നമുക്ക് ഇട്ടോളി. നെയ്യപ്പുണ്ടോ? ഉണ്ടല്ലോ. എപ്പോ ഉണ്ടാക്കിയതാ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ വന്നിട്ട് 1 മാസമേ ഉള്ളൂ. പൂട്ടുണ്ടോ? പൂട്ടോ? പൂട്ടുണ്ടാക്കാനൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ഇതെന്താ? ഓ, പൂട്ട്. പൂട്ടും പാഴം എടുക്കട്ടെ. മമ്മനെ, അസീസറബി രണ്ടിനെയും മൊഴി ചൊല്ലി വകയിലും നീ ഗോൾ അടിച്ചല്ലോ പഹയ. ഞമ്മക്കും കഴിഞ്ഞു കൂടണ്ടേ? ഇനിയിപ്പം മാപ്പലിയും പണിത്തരൊക്കെ വാങ്ങാൻ അവിടുന്ന് ഒരു അറബി വരുന്നുണ്ടെന്ന് ഞമ്മക്ക് കത്തുണ്ട്. വായിക്കണ്ട, പറഞ്ഞാ മതി. ഒരു അമ്പാടും ചരക്കെടുക്കുന്ന അറബിയാ. അതിന് കുറെ ചരക്ക് മമ്മതിക്ക് ഒരുക്കണ്ടേ? നിർത്ത് പഹയാ, എന്റെ അലാക്കിന്റെ ഒരു നാക്ക്. അസീസ് അറബി മൊയ്യല്ലേ ഞമ്മളെ മൂസക്കാക്കന്റെ മോളെ ആ വൈസ്കോപ്പ് അബും മണത്ത് നടക്കുക. ഓനോളെ കെട്ടും പോലും. അറബി മൊയ്യല്ലേ പെണ്ണിനെ വേറൊരു അറബിനല്ലേ കെട്ടല്? നമ്മളെ പള്ളക്കടിക്കാൻ ഓരോ പഹേരി. ഓന് പെണ്ണ് വേറെയും കിട്ടൂലേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അറബികൾ എന്തിനാണ് ഇങ്ങനെ കെട്ടാൻ നടക്കുന്നത്? ഓ, ഹോട്ടൽ സപ്ലൈന്റെ മൊത്തക്കരാറ് മൂപ്പർക്കല്ലേ?
എര മുടങ്ങുന്നുള്ള പേടിയാ. അത് എന്റെ സാമർത്ഥ്യ. ഓ, മൂപ്പര അറബിക്ക് ഓശാരായിട്ട് പണിയെടുത്ത് കൊടുക്കല്ലേ. അവനവന്റെ ഒരു മുറം വെച്ചിയ ആരാന്റെ അരമുറം പറയരുത് നമ്മളെ. അറബിയും തുർക്കി ഒന്നല്ല നീ ഇടങ്ങാറൊക്കെ ഉണ്ടാക്കണേ. ഇതെല്ലാലുമാരാ. ഇവരാണ് നാട് ഉമ്മ, ബൈസ്കോപ്പ്. ബൈസ്കോപ്പാ? നീ ഇപ്പോൾ ചെറിയ കുട്ടിയെ അടങ്ങ്. അള്ളാന്റെ റബ്ബേ, നിങ്ങക്ക് എന്താ ഒരു കുനിച്ചില്? ഓ നമ്മളെ നടൂര് നല്ല സുഖല്ല പാത്തുട്ടി. ഹലോ, നമുക്കൊരു സായിപ്പിനെ എല്ലാക്കി തരാൻ പറഞ്ഞിട്ട് എത്ര നാളായി. നമുക്കെന്താ ഇപ്പൊ ഒരു കുറ്റം? വയസ്സും പ്രായം അത്ര അധികം ഉണ്ടോ? ഏയ് പ്രായോ അനക്കോ? നല്ല മിടിച്ച ചോര കളിക്കുന്ന പ്രായല്ലേ എനിക്ക്. ആട്ടെ, ഞാൻ തന്നെ അങ്ങോട്ട് കെട്ടിയാലോ? മാഞ്ഞാളം പറയണ്ട പോയിക്കോളിയും കാക്ക. നോക്ക്, മമ്പറത്തെ തങ്ങളാണ് സത്യം, ഞാൻ വെറുതെ പറയണല്ല. ഞമ്മളെ ബീവാത്തുവിന്റെ പകുതി വയസ്സ് തോന്നൂല എന്നെ കണ്ടാല്. പടച്ചോനാണ് ആ പൂതി മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മൾ സായിപ്പിനെ നോക്കാത്തത്. അല്ല, അപ്പൊ നിങ്ങൾ നമ്മളെ കയറിലാണ്ട് കെട്ടിയിടാണ്. പാത്തുട്ടി നോക്കട്ടെ സാഹിബിനെ കിട്ടുമെന്ന്. കിട്ടും കിട്ടും. ഈ സായിപ്പുകളൊക്കെ പെണ്ണുങ്ങളെ കാണാണ്ട് നേരിട്ട് ജയിലിൽ നിന്ന് വരില്ലേ. എന്റെ പ്രാന്തും വെച്ച് ഒരിട്ട് തരുന്ന പെണ്ണെ. എന്നാ പാത്തുട്ടി ഒരു സാഹിബിനെ വാണില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോളൂ. ഐഷി, ഞാനൊരു കാര്യം കേട്ടു. പറഞ്ഞ നീ ബേജാറാവോ? ബേജാറാവുമോ ഇല്ലയോന്ന് കാര്യം കേട്ടാലല്ലേ പറയാൻ പറ്റൂ. എന്തായാലും പറയും. ജീവിതത്തിൽ ഇനി എന്ത് ബേജാറും എനിക്ക് താങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്ന് പറയല്ലേ. ഉമ്മയും പാപ്പയും കൂടി നിനക്ക് തിരക്കിട്ടൊരു കല്യാണക്കാരി ആലോചിക്കണമെന്ന് കേട്ടു. ഹലീമ പറഞ്ഞതാ. നേരോ? 3 മാസം കാക്കണം പോലും. ചെക്കം എടുക്കണത്രേ. ലക്ഷ്മി ഇത്ര പൊട്ടത്തിയ? ആ ആലോചന ഏതാണെന്ന് മനസ്സിലായോ? കൊച്ചു കള്ളി. ആ, എന്നെ വിടൂ, ഞാൻ പോട്ടെ. പോയിട്ട് വേണം തിരുവാതിരയ്ക്ക് ഊഞ്ഞാലിടാൻ. ആ, ഞാൻ വന്നാ നിന്നെ വിളിക്കാനാ. ഇപ്പം തന്നെ വാ. ഞാനില്ല ലക്ഷ്മി. മോളെ ലക്ഷ്മി, മോളൊന്നും വിചാരിക്കരുത്. മോളെ ഗൾബില് ഒന്നിലൊരു ഉറപ്പില്ല. ഞാൻ ആയിഷേനെ ഇങ്ങനെ അല്ല കരുതിയത്. ആട്ടെ, അല്ല, ആര്? ബൈസ്കോപ്പോ? കോൾ അടിച്ചല്ലോ മോനെ. ആരാന്റെ ഗർഭത്തോടൊരു പെണ്ണിനെ ഏറ്റെടുക്കാനും വേണം മോനെ ഭാഗ്യം. എടോ മോനെ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ, അതിനിക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കണോ? എന്താണ് നമ്മള് കേട്ടത് ശരിയാ? നീ മൂസക്കാക്കന്റെ മോളെ കെട്ടാൻ തന്നെ ഉറച്ച?
നമുക്കൊരു നെയ്ച്ചോറിന്റെ കോളായി. തീരപ്പാട്ടിന്റെ തേൻ ചോല നീമാവിൻ കൊമ്പത്തൊരുഞ്ഞാല ആ തീരപ്പാട്ടിന്റെ തേൻ ചോല തേന്മാവിൻ കൊമ്പത്തൊരുഞ്ഞാല ആടാനും പാടാനും ആരുണ്ട് അമ്പിളി മാമനും പാട്ടിന്റെ തേൻ ചോല തേന്മാവിൻ കൊമ്പത്തൊരുഞ്ഞാല ചാഞ്ചാടി പൊങ്ങുമ്പോൾ എന്ത് കിട്ടും ചാഞ്ചക്കം കൊമ്പത്തി പന്നി ചാമ്പയ്ക്ക ചാഞ്ചാടി പൊങ്ങുമ്പോൾ എന്ത് കിട്ടും ചാഞ്ചക്കം കൊമ്പത്തി പന്നി ചാമ്പയ്ക്ക ആയിരം ആട്ടം തികച്ചാലോ ഒളിയിലക്കരയുള്ള കോടിമുണ്ട് ആതിരപ്പാട്ടിന്റെ തേൻ ചോല തേന്മാവിൻ കൊമ്പത്തൊരുഞ്ഞാല അയലത്തെ ദേവിക്ക് ചാഞ്ചാട്ടം മനസ്സിൽ സന്തോഷത്തിൽ നോട്ടം അയലത്തെ ദേവിക്ക് ചാഞ്ചാട്ടം മനസ്സിൽ സന്തോഷത്തിൽ നോട്ടം കണ്ടെത്തി മാറണി കീഴേ വീണ്ടും കണ്ടപ്പോഴുണ്ടായ കളിയാട്ടം ആതിരപ്പാട്ടിന്റെ തേൻ ചോല തേന്മാവിൻ കൊമ്പത്തൊരുഞ്ഞാല ആടാനും പാടാനും ആരുണ്ട് അമ്പിളി മാമനും ഞാനുണ്ട് ആതിരപ്പാട്ടിന്റെ തേൻ ചോല തേന്മാവിൻ കൊമ്പത്തൊരുഞ്ഞാല കല്ലോട് പിടിക്ക് എന്ത് പറ്റി ആമിനുമാ ഓടേടി കുറച്ച് വെള്ളം കൊണ്ട് ഓൾക്കെന്താ ആടി പരിചയമില്ലഞ്ഞിട്ടാ ഐശയെ കുറച്ചേ ആടിയിട്ടുള്ളൂ പേടിച്ചിട്ടാവും മോളെ എന്താണോ പഠിച്ചോനെ പഠിച്ചോനെ എന്റെ പൊന്നമ്മോക്ക് എന്ത് പറ്റിപ്പോയി ആഴ്ചയ്ക്ക് തീരെ സുഖമില്ല പടച്ചോനെ ചതിച്ച ഓട് കിടന്നിട്ട് കരട് പൊട്ടി ഡോക്ടറിന്റെ ആളെ ആര് പോയാലാണ് നമ്മള് തന്നെ പോണം എവിടെ മോള്
ഐശ്വരി, എന്താ മോളെ? അവക്ക് എന്താ പറ്റിയേ? എന്താ ഉണ്ടായേ? ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട്. സംഗതി അറിഞ്ഞ ഐശ്വര്യ കറുപ്പ. അപ്പൊ ഞാൻ കേട്ടത് നേരെ തന്നെയാ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൾക്ക് കിട്ടിയ ലാഭം. എല്ലാവരും ഒന്ന് പുറത്തു പോകും. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കൂ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മോൾക്കെന്താ? എനിക്ക് ഉമ്മനോട് പറയും മോളെ. മോളെ ഉമ്മ ബേജാറാവണ്ട. അബൂക്കനെ ഒന്ന് കാണുമ്മ. ഡോക്ടർ പറയണ കേട്ടിട്ട് പേടിയാവണു. ഇനി എല്ലാം പഠിച്ചോന്റെ കയ്യിലാ. മോളെ, ഓക്ക് അബുവിനൊന്ന് കാണണമെന്ന് പറയുന്നു. അല്ലോ, ശരി. മോനെ, മോനെ അബു, മോനെ, ഐശ്വര്യക്ക് തീരെ സുഖമില്ല. നിന്നെ ഒന്ന് കാണണം. ഇതാ മോളെ നിന്റെ അബുക്ക. ഐശ്വര്യക്ക് എന്താ? എന്താ ഐശ്വര്യ? എന്താ നിനക്ക്? എനിക്കൊന്നുമില്ല. ഞാൻ എന്റെ അബൂക്കനെ കാണാൻ കാത്തിരുന്നതാ. ഐശ്വര്യ, നീ ബേജാറാവണ്ട. നിന്റെ കുഞ്ഞ് എന്റെയും കുഞ്ഞാ. നിന്റെ ഈ സുറുമയിട്ട കണ്ണുകൾ എനിക്കെന്നും കണ്ടോണ്ടിരിക്കണം. ഒന്നുകൂടെ പറയും. നിന്റെ ഈ സുറുമയിട്ട കണ്ണുകൾ എനിക്കെന്നും കണ്ടോണ്ടിരിക്കണം.
ഗാനം